നമസ്കാരം. മുല്ലപ്പെരിയാർ വീണ്ടും ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തെ പേടിപ്പിക്കുന്നതാണ്. അത് ഇത്തവണയും അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ രീതിയിലുള്ള പ്രചാരണങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയിട്ടില്ല. 136 അടിയിലേക്ക് ഇതുവരെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. എന്നിട്ട് പോലും ഡാം പൊട്ടുമോ എന്നുള്ള പേടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഡാം. ഇപ്പോൾ തന്നെ ഡാമിന്റെ പഴക്കം എന്ന് പറയുന്നത് 129 വർഷമായി. അതുകൊണ്ട് തന്നെ പേടി സ്വാഭാവികമാണ്. ഡാമിന്റെ കാലപ്പഴക്കം ഒരു കാരണമാണ്. ഇതേക്കുറിച്ച് പലതവണ നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടും കോടതിക്ക് പക്ഷേ ഇതുവരെ ബോധ്യം വന്നിട്ടില്ല ഡാമിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളത്. പക്ഷേ കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ പേടിക്കുന്നത്. അത് മാത്രമല്ല അല്ലേ അപർണ, ഈ വയനാട്ടിലെ സംഭവം, അതുപോലെ തന്നെ തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നത്, ഇക്കാര്യങ്ങളൊക്കെ വലിയ ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ ആശങ്ക കൂട്ടുകയല്ല, ജനങ്ങളുടെ മനസ്സറിയണം, ഒപ്പം പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണം. അതാണ് ന്യൂസ് 18 കേരളത്തിന്റെ ലക്ഷ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ജനങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ആശങ്ക പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പേടിയിൽ തന്നെ നിൽക്കണോ? ഇതിൽ പ്രചരിക്കുന്ന ഏതെല്ലാം കാരണങ്ങൾ ശരിയാണ്, ഏതെല്ലാമാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ളത്? ഇങ്ങനെ പല കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതിൽ തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യം കൂടി ന്യൂസ് 18 ഈ ലൈവത്തോണിൽ പ്രകടമായി തന്നെ വരും. ഇന്നൊരു ദിവസം മുഴുവൻ മുല്ലപ്പെരിയാർ സമ്പൂർണ്ണ കവറേജിനായിട്ട് ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. ഞങ്ങളുടെ വിപുലമായിട്ടുള്ള വാർത്താ സംഘം ഇന്ന് ഇടുക്കി ജില്ലയിലെ അടക്കം ജനങ്ങളുടെ ഒപ്പമാണ് ഉള്ളത്. ആശങ്ക വേണ്ട എന്ന് മന്ത്രിമാർ അടക്കം പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുറെ കാലമായിട്ട് മുല്ലപ്പെരിയാർ സമരം, മുല്ലപ്പെരിയാർ വിരുദ്ധ സമരത്തിന് ശക്തി കുറഞ്ഞു വരികയായിരുന്നു. അവിടെയും ഇവിടെയും ഒക്കെ ഇതേക്കുറിച്ചുള്ള സെമിനാറുകളും പ്രസംഗ പരമ്പരകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും സമരങ്ങളെല്ലാം വീണ്ടും സമരം അതിന്റെ പഴയ രീതിയിലേക്ക് തന്നെ വരുന്നതിന്റെ ഒരു സൂചന കാണുകയാണ്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുമ്പോൾ ഏത് ജനങ്ങളെയാണോ കൂടുതലായി ബാധിക്കുന്നത് ആ മേഖലകളിൽ ഇന്ന് മുതൽ സമരം തുടങ്ങുകയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അത് ഈ വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിൽ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ചപ്പാത്തിൽ അങ്ങനെയുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം തന്നെ ചേരുന്നുണ്ട്. അവരുടെ ആശങ്കകൾ എത്രത്തോളമാണ് ഉള്ളത്, ഇത് ഏത് രീതിയിൽ പരിഹരിക്കണം എന്നാണ് അവരുടെ നിർദ്ദേശങ്ങൾ. പ്രധാനമായും ജനങ്ങളുടെ നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളതും. സർക്കാർ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, പുതിയ ഡാം വേണം, അങ്ങനെ ആശങ്ക അകറ്റണം എന്നാണ്. പക്ഷെ തമിഴ്നാട് അതിന് ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ഏതായാലും ജനങ്ങൾ പറയട്ടെ അവരുടെ പേടി. ഇങ്ങോട്ട് മഞ്ജുശ്രീ, വയനാട് സമയത്തൊക്കെ നമുക്കറിയാം ജനങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മുല്ലപ്പെരിയാറിൽ നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറയൂ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് പറയേണ്ടത് എന്താണ് അവർ പേടിക്കുന്നത്, എന്താണ് അവർ ആശങ്ക. ഇതെല്ലാം നമ്മുടെ അധികൃതരെല്ലാം കാണണം, കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. ഇനി പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി വിവിധ മേഖലകളിലുള്ള പ്രമുഖരുണ്ടാവും, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വരും മണിക്കൂറുകൾ നമുക്കൊപ്പം ഉണ്ടാകും. ഒപ്പം 8 മണി വരെയാണ് ഈ ക്യാമ്പയിൻ നിശ്ചയിച്ചിട്ടുള്ളത്. ലൈവത്തോൺ എന്ന രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ പോകുന്നത്. കാരണം ഏതെല്ലാം ജനവിഭാഗങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് അതേ മേഖലകളിൽ ചെന്ന് തന്നെയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. മുല്ലപ്പെരിയാറിനെ പേടിക്കണോ? ഇപ്പോൾ ഈ ഭയപ്പാട് എത്രമാത്രമുണ്ട്? ഇത് പരിഹരിക്കുവാനായിട്ട് സർക്കാരിന് കഴിയുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് തന്നെ പോകാം. അവർ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ തയ്യാറുണ്ട്. അതിനു മുൻപ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്ന സമയത്ത് ഏതെല്ലാം ആളുകളെയാണ് ബാധിക്കുന്നത് എന്ന കാര്യം നമുക്ക് കണ്ടിട്ടുള്ളത്. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി. പക്ഷേ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായിട്ടുള്ള പരമാവധി സംഭരണശേഷി 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. അതിവർഷം ഉണ്ടായാൽ അല്ലെങ്കിൽ ഡാം തകർന്നാൽ വെള്ളം എങ്ങനെ ഒഴുകും എന്ന് നോക്കണം ആദ്യത്തെ എക്സ്പ്ലെയിനറിലേക്ക്.